വളരെ രസകരമായ ഒരു കാര്യമാണ്. പാലക്കാട് ഒരു തല്ല് നടന്നു. നമ്മുടെ അയ്യപ്പദാസിനും കിട്ടി, മനോരമയുടെ അയ്യപ്പദാസിനും ഒരെണ്ണം കിട്ടി, ബാക്കിൽ ആരോ പേര് അടി കൊടുത്തു. പക്ഷെ അതൊക്കെ ശുദ്ധ തെമ്മാടത്തിലാണ്. അയ്യപ്പദാസിന് എന്തിനാ അടിക്കുന്നത്? അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു ആങ്കറാണ്. മനോരമയിലാണെങ്കിൽ വളരെ മാന്യനാണ്. അയ്യപ്പദാസിനും പക്ഷെ തല്ല് കിട്ടി. അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടിയാണ് പോയത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ആർഷോയെയും പ്രശാന്ത് ശിവനെയും വെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് പിന്നെ നമ്മളെ വകയെ ഒരെണ്ണം ഇരിക്കട്ടെ, ചോദിക്കുമല്ലോ, നമ്മളെ നമ്മളെ ആളുകളും ചോദിക്കും, നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ അത് ഒരെണ്ണം ചെയ്ത്. യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രശാന്ത് എടോ എന്ന് വിളിച്ചതാണ് തുടക്കം. പ്രശാന്ത് ശിവനെ എടോ എന്ന് വിളിച്ചു. 10 സീറ്റെങ്കിലും നേടുമോ എന്ന് ചോദിച്ച് വെല്ലുവിളിയായി. പ്രശാന്ത് ശിവൻ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ആർഷോ എടോ എന്ന് വിളിക്കുന്നു. പിന്നെ AK സെന്ററിൽ പോകാൻ പറയുന്നു. BJP രാജീവ് ഖാൻ ഇങ്ങനെ വഴക്ക് കിടന്നു. ഇതിനിടയിൽ ആർഷോയ്ക്ക് തല്ല് കിട്ടിയോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. സംഘപരിവാർ ഫോൾഡറുകളിലൊക്കെ പറയുന്നത് ആർഷോയെ അടിച്ച് ചമ്മന്തിയാക്കി എന്നാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും ഡിജിറ്റൽ ചാനലുകളും എല്ലാം പറയുന്നത് ആർഷോയ്ക്ക് ആവശ്യമുള്ള തല്ല് കിട്ടിയെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഈ വഴക്ക് കൂടി ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ആൾ ആർഷോയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നെഞ്ചൂക്കോടെ നിന്നപ്പോൾ വേറൊരാൾ ഇടയ്ക്ക് നിന്നു. അയാൾ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് പറയാതിരിക്കുക, അതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അയാൾ കോൺഗ്രസിന്റെ ഒരു ആങ്കറല്ല, ഒരു പിന്നെ വാദിക്കാൻ വന്ന ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, നേതാവാണ്. അയാൾ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല? അയാളും കൂടെ ഇടപെടണ്ടേ? അപ്പൊ BJPയും CPM തമ്മിൽ തല്ലിക്കോട്ടെ, ഒരു ചർച്ചയല്ലേ? അയാൾ കൂടെ ആരും നിങ്ങൾ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കയറാമായിരുന്നു. പക്ഷെ അയാൾ ഇടയ്ക്ക് കയറാതെ നോക്കി ചിരിച്ചോണ്ട് ഇവർ തല്ലുകയാണെങ്കിൽ തല്ലട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആർഷോയും ബോഡി ലാംഗ്വേജ് കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കൊമ്പ് കൊരുക്കുന്നത് വരെ നമുക്ക് കാണാം. പിന്നെ ഈ പ്രശാന്ത് ശിവൻ ആർഷോയെ തോണ്ടുകയും എന്തോ ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ ആർഷോയെ മറ്റ് പ്രവർത്തകർ, DYFIയുടെ മറ്റ് പ്രവർത്തകരെല്ലാം കൂടി വന്നിട്ട് ആർഷോയെ പിറകിലാക്കി. പിന്നെ ആർഷോ ഫ്രണ്ടിൽ പോകുന്നില്ല. പിന്നെ സംഘർഷം നടക്കുന്നത് ബാക്കി BJP പ്രവർത്തകരും പിന്നെ CPM DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിലാണ് ഈ സംഘർഷം നടക്കുന്നത് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആർഷോ പിന്നെ പിറകിലാണ് നിൽക്കുന്ന കാണുന്നത്. ഇതാണ് അതിൻ്റെ ഫാക്റ്റ്. പക്ഷേ ഇത് പാലക്കാട് ആയതുകൊണ്ടും പ്രശാന്ത് ശിവനെ പോലുള്ള ഒരാളായതുകൊണ്ടും അവിടെ ശക്തമായ സാന്നിധ്യമുള്ളത് കൊണ്ടുമാണ് CPM അപ്പോഴും ഒന്നും ചെയ്യാത്തത്, പിന്നെയും ഒന്നും ചെയ്യാത്തത്. അപ്പോഴും ഒന്നും ചെയ്തില്ല. കാരണം ചെയ്താൽ തിരിച്ച് നല്ലത് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും നല്ലത് എന്നുള്ളത് അറിയാം. അത് പിന്നെ കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് തീരുകയുള്ളൂ. ആരുടെയും ഒരാളിൻ്റെയോ രണ്ടുപേരുടെയൊക്കെ ജീവൻ എടുത്താലേ പാലക്കാട് തീരുള്ളൂ, അതറിയാം. ആർഷോ വളരെ പിറകിലോട്ട് പോയി. ആർഷോ മാറി നിന്നു. ഇതാണ് യഥാർത്ഥ ഫാക്റ്റായിട്ട് നമ്മൾ സസൂക്ഷ്മമായി ഇത് പരിശോധിക്കും. പക്ഷേ ആർഷോയ്ക്ക് കഴുത്തിൽ കോളർ ഇട്ടുകൊണ്ട് മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ടൊക്കെ വലിയ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ആശുപത്രി പോകുമായിരുന്നു. ഒരു തല്ലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആശുപത്രി പോകുമായിരുന്നു. ആശുപത്രിയിലൊന്നും പോയില്ലല്ലോ. അപ്പോൾ തല്ല് കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു പേടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയം നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. ഒരു കാലഘട്ടത്തിൽ കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തും നാദാപുരത്തുമൊക്കെ വലിയ തോതിലാണ് CPM BJP RSS CPM RSS സംഘർഷമാണ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഒരു അറുതി വരുത്തിയിട്ടുണ്ട് കേരള സമൂഹം. അതിനുശേഷം സംഘർഷങ്ങൾ കുറവാണ്. അതുകൊണ്ട് സംവാദം നടക്കട്ടെ, വിവാദങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, വാക്കേറ്റം ഉണ്ടാവും. വാക്ക് കൊണ്ട് മാത്രം മതി, നാക്ക് കൊണ്ടുള്ള പരിപാടി മതി. നമ്മൾ ചാനൽ ചർച്ച കണ്ടിട്ടില്ലേ? എല്ലാവരും തന്തയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. വല്ല കാര്യമുണ്ടോ? അപ്പം തീരുമോ? അവർ ഇറങ്ങുമ്പോൾ ഷേക്കാൻ്റെ കൊടുത്ത് പോകും. ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കട്ടെ. ആർഷോയ്ക്ക് എന്തായാലും ഒന്നോ മറ്റോ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ കിട്ടിയിട്ടില്ല. പകരം പ്രശാന്ത് ശിവൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഫാക്റ്റ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമോ കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി പറയാം.